എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ഒരു ആക്ടറിനെ സംബന്ധിച്ച് കിട്ടുന്ന കഥാപാത്രങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം സീരിയലായാലും നല്ലൊരു നായക വേഷത്തിൽ വന്നിട്ട് 10 പേര് ഇറങ്ങിയാൽ അങ്ങനെ ഒരു ഇതിൽ പോകുമ്പോൾ കിട്ടുന്ന സിനിമയെ വിളിക്കാതിരിക്കട്ടെ, ചെറിയ കഥാപാത്രം ക്യാരക്ടറോട് ഒരു 1-2 ഡയലോഗ് പറയുന്നുണ്ടോ, അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ? അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹൃദയം സിനിമ. ഹൃദയ സിനിമയിൽ ഞാൻ 24 സെക്കൻഡ് ഈ സിനിമയിൽ എങ്ങനെയെങ്കിലും സിനിമയുടെ ആ ക്യാമറയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്, ഞാൻ ആടുന്ന കാലം പിടിച്ച് പോയിട്ട് അവിടെ എന്നെ സപ്പോർട്ട് ചെയ്തു. മീൻസ് അതിൻ്റെ അകത്ത് 24 സെക്കൻഡ്, ആ 24 സെക്കൻഡ് തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു. എനിക്ക് സിനിമയിൽ എവിടെയെങ്കിലും ഒന്ന് മുഖം കാണണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അത്ര ഇഷ്ടമാണ്, അത്ര ഇഷ്ടമാണ്. അതുവഴിക്ക് പോകാമെന്ന് ഈ പറഞ്ഞ പോലെ തനിക്ക് ഇതേപോലെ ചലഞ്ചസ് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടോ? ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെയില്ല. കാരണം ഇപ്പൊ എന്നെ അറിയുന്നവരായിരിക്കും കൂടുതൽ വിളിക്കുക. നാടകം ഇപ്പൊ എന്നെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ തന്നെയാണെങ്കിലും, ഞാൻ ഇതിന് മുമ്പ് ചെയ്ത ഒരു യമട്ട പ്രേമകഥയിൽ ഒരു ക്യാരക്ടർ ചെയ്തു. അപ്പൊ അത് ബിബിചാരനും വിഷ്ണുചാരനും നാടകം വന്ന് നാടകം കണ്ട് ഇഷ്ടപ്പെട്ട് അതിലൊരു ക്യാരക്ടർ അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ആ സിനിമ. അപ്പൊ അങ്ങനെയാണ് അതിലൊരു ക്യാരക്ടർ മര്യാദയ്ക്ക് ഉണ്ടാവുന്ന ഒരു ഉറപ്പ് തന്നിട്ട് പോയി അങ്ങനെ ഒരു ക്യാരക്ടർ തന്നത്. പിന്നെ ഈശോ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. അത് ഈ പറഞ്ഞ ഒരു നാദർഷിക്ക് ഇതുപോലെ തന്നെ ഒരു ഡബ് സ്മാഷ് വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചത്. അപ്പൊ നമ്മുടെ കഴിവിൽ 1% വിശ്വസിച്ചിട്ട് വിളിക്കുന്ന വർക്കുകളാണ് കൂടുതലും വരുന്നത്. അങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. സീരിയൽ ചെയ്ത് ഞാൻ ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. സിനിമയാണ് നമ്മുടെ മെയിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ചോദിക്കുമല്ലോ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചോദിക്കുമ്പോൾ സീരിയൽ ചെയ്യുന്നുണ്ട്, നാടകം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ പിന്നെ വിളിക്കാറില്ല. അങ്ങനെ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ആ ബുദ്ധിമുട്ടുകളൊന്നും. ഞാൻ കഴിഞ്ഞ വർഷം നാടകം ചെയ്തിട്ടുണ്ട്. ഇത്ര വർഷത്തിനിടയിൽ ഇപ്പം കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഒരു സീരിയൽ ചെയ്തായിരുന്നു. ത്രൂഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തു പോയി. അതിനിട്ട് ഒരു വർഷം ഞാൻ ഗ്യാപ്പ് എടുത്ത് വീണ്ടും നാടകം വേറൊരു ലോകം തന്നെയാണ്. ഓഡിയൻസിൽ നിന്ന് നമുക്ക് സ്ട്രേറ്റ് ഒരു അവര് നാടകം കഴിയുമ്പോൾ ഓടി വന്ന് ഗ്രൂപ്പിൽ നമുക്ക് അഭിപ്രായം പറയാതെ നേരിട്ടുള്ള ഒരു സംഭാഷണമാണല്ലോ. അത് അവരുടെ അപ്പൊ തന്നെയുള്ള ഒരു റിസൾട്ട് കിട്ടുക അതൊക്കെ വലിയ ഭാഗ്യമാണ്. നെഗറ്റീവ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് നമ്മളെ നോട്ട് ചെയ്യും. അതും നമ്മൾ ആഗ്രഹിക്കും. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എവിടെയും ചെല്ലുമ്പോൾ ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക, അത് ഓടി വന്നിട്ട് ഇന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുക, അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഓരോന്നിനും ഓരോരോ അനുഭവങ്ങളാണ്. സിനിമയിലേക്ക് വരിക എന്നുള്ളതാണ് എല്ലാവരുടെയും. ഇപ്പൊ ഈ നാടകം ചെയ്യുന്നവരുടെയും സീരിയൽ ചെയ്യുന്നവരുടെയും ഈവൻ നമ്മളൊരു റീൽസ് ഇടുന്നവരുടെ പോലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുക അത് സിനിമയാണ്. അപ്പൊ അതിൽ ഇവിടം വരെയൊക്കെ എത്താൻ പറ്റുന്നതാണ് വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങളിപ്പോൾ ഇതില് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പുതുമുഖങ്ങളാണ്. തുടക്കം വന്നേക്കുന്നതായ നല്ലൊരു ഡയറക്ടറിന്റെ വലിയൊരു സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റും. എല്ലാവരുടെയും തന്നെ ഒരു ഭാഗ്യമാണ്. എനിക്ക് എല്ലാവരും ചോദിക്കുള്ളത് ഇതിന്റെ ടീസർ കണ്ടു ഇപ്പോൾ പക്ക എനിക്കതിനെ എന്താണ് പടം, ഒരു ത്രില്ലറാണോ പൊളിറ്റിക്കലാണോ, എന്താ സംഭവം, എനിക്കൊരു ഒരു പിടുത്തം കിട്ടിയില്ല. എന്ത് സംഭവം എന്താണ്? എല്ലാ ജോണറിലും യാത്ര ചെയ്യുന്നുണ്ട്. റൊമാൻസ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല 2-ാം തീയതി ഞങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ പറ്റുന്നത് നന്നായിട്ടില്ലേ എല്ലാ ഇടത്തില്ലേ? ഇത് ആളുടെ ജീവിതത്തിൽ അതിനൊരു മോട്ടിവേഷൻ, നമുക്കൊക്കെ മോട്ടിവേഷൻ കിട്ടുന്ന ഒരു ക്യാരക്ടറാണ് ഈ ശങ്കർദാസ്. സാധാരണക്കാരൻ വലിയ നിലയിലെത്തുന്നു, അതൊക്കെയാണ് ചെറിയൊരു കാര്യം. ബാക്കി പറയണം. 2-ാം തീയതി തിയേറ്ററിൽ കണ്ടോളാം. മേക്കിംഗ് സ്റ്റൈൽ കണ്ടു. ഇപ്പൊ പക്ക ഒരു പോസ്റ്റ് ഉണ്ട്, ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ബോംബെ, കുറേ സ്ഥലത്ത്, കോയമ്പത്തൂർ, കുറേ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഉത്സവത്തിന്റെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് സ്കെയിലിൽ ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തെ സെറ്റിലൊക്കെ എക്സ്പീരിയൻസ്? ഡയറക്ടർ വൈസ് എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റില്? നമുക്ക് അങ്ങനെ ഒരു ഫീൽ അല്ല തോന്നിയത്. അത് ആദ്യം പറയാം. നമുക്ക് എല്ലാവർക്കും ആ ബഹുമാനമോ ആ ഒരു ഭയമൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മളിൽ നിന്ന് അകറ്റി മാറ്റി മൊത്തത്തിൽ അതിനെ എടുത്ത് കളഞ്ഞ സാധനം. പിന്നെ നമ്മളൊക്കെ ഫ്രണ്ട്സായിരുന്നു. നമ്മളെല്ലാവരും നമ്മുടെ സിനിമയിലെ എല്ലാവരും വലിയൊരു കുടുംബമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യം തുറന്നു പറഞ്ഞ് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഈ ടെൻഷനിൽ എന്നെ പോലെ ആൾക്കാർക്കൊക്കെ വളരെ ഈസിയായി കാര്യങ്ങൾ നടത്താൻ പറ്റി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാൻ ചോദിക്കാമല്ലോ, നമുക്ക് ഓപ്പണായി ചോദിക്കാം.
ഇപ്പൊ അത് സാറിന്റെ അടുത്ത് നമ്മൾ അയ്യോ ഡയറക്ടർ സാറാണ് അതുകൊണ്ട് പറയുമ്പോൾ വേറെ പിന്നെ എന്ത് തെറ്റ് എത്ര ടേക്ക് പോയാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സമയത്തോടെ ചെയ്തു അത് നമുക്കൊരു ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഒരു മുഖം ഒന്ന് മാറിയാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഒറ്റ ദിവസം ഒന്ന് എനിക്ക് പറ്റില്ല പോകുന്നു പറഞ്ഞല്ലേ, ഞാൻ പോവും ഞാനപ്പോൾ ഞാൻ മരിച്ചു. അത് എന്റെ അവസ്ഥ, അത്രയും എനിക്ക് പറ്റും. അത്ര എളുപ്പമല്ല ഒരു ഫിക്സഡ് ഇമോഷൻ, ഒരു ഫിക്സഡ് ഡയലോഗ്, ഒരു ഫിക്സഡ് ഫ്രെയിമിൽ ഡെലിവറി എന്നുള്ളത് ചെറിയ പണിയല്ല. അതിനായിട്ട് തന്നെ ഡെഡിക്കേഷൻ ഉണ്ടാവണമല്ലോ. അത്രയും ഡെഡിക്കേറ്റ് ആണ് ഡയറക്ടർ. അതുപോലെ തന്നെ ഡെഡിക്കേറ്റ് ആയി. ഇപ്പൊ ആക്ടറെ മനസ്സിലാക്കാന്ന് പറയാതെ നടക്കത്തില്ല. അത് ചെറിയ പോസിബിൾ അല്ല. സാറ് വേറെ ആൾക്കാരായിട്ടുള്ള മീഡിയകളിൽ സാർ എവിടെയും പ്രത്യക്ഷപ്പെടുന്നില്ല. അതുകൊണ്ട് സാർ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഒരു ഫോട്ടോയിലോ ഒരു വീഡിയോയിലോ സാർ നിൽക്കില്ല. അതുകൊണ്ട് സാർ മുന്നിലുള്ള ഏതെങ്കിലും ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം എങ്ങനെയാണ് ആളുടെ സ്വഭാവം, എല്ലാ രീതി ഒന്നും എനിക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ ഇരുന്ന് സംസാരിച്ച് ആ ഒരു ക്യാമ്പിലൊക്കെ പരിചയപ്പെട്ട് പിന്നെ നമ്മൾ ഫ്രണ്ട്സിനെ പോലെ എല്ലാം ആയപ്പോഴാണ് നമ്മളെ സാറ് മാറ്റിയെടുത്തു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒപ്പം കൂടിയതിനു ശേഷം നല്ലോണം സാറിന് നല്ല പേഷ്യൻസ് നല്ല പേഷ്യൻസ് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ചേട്ടൻ പറഞ്ഞ പോലെ ടെൻഷൻ ഓരോ സീക്വൻസ് ചെയ്യുമ്പോഴും എത്രയായാലും സ്റ്റാർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ സാർ ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ കൂടാക്കി ഇപ്പൊ ചില സിറ്റുവേഷൻസിൽ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു സോങ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്ന് ചേട്ടൻ തീരെ വയ്യ, ആക്ച്വലി അത് നിൽക്കാൻ പറ്റില്ല. ഷൂട്ട് ചെയ്യേണ്ടത് ഒരു റൊമാൻറ്റിക് സീക്വൻസ് ആണ്, അത് കിട്ടണ്ടേ. പക്ഷെ സാറിൽ ഞങ്ങൾക്കുള്ളൊരു വിശ്വാസവും സാറ് ഞങ്ങളിൽ ഒരു വിശ്വാസവും അർപ്പിച്ചിട്ടുണ്ട്. അത് ആ ക്യാമ്പിൽ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ബോണ്ടിങ് കറക്റ്റായി. അപ്പൊ ഞങ്ങൾക്ക് അറിയാം സാറ് ഞങ്ങളെക്കാൾ ഇരട്ടി എഫേർട്ട് എടുത്തിട്ട് അവിടെ നിൽക്കുക. ചേട്ടനൊക്കെ അത് എന്ത് സംഭവിച്ചാലും സാറ് പോകുന്ന ചോദിക്കാം നമുക്കൊരു ബ്രേക്ക് പോകാൻ. പക്ഷെ ആള് പറഞ്ഞില്ല നമുക്കത് ചെയ്യാം. അത് ഞങ്ങൾക്ക് സാറിലുള്ള ആ ഒരു വിശ്വാസമാണ്. അപ്പൊ അത് ചെയ്തു. അപ്പൊ ചേട്ടൻ നേരത്തെ എന്നോട് ഞങ്ങൾ ആ സോങ് ഔട്ടായി. അപ്പൊ പുറത്തുനിന്ന് ഒരുപാട് നല്ല ഒപ്പീനിയനൊക്കെ വരുന്നുണ്ട്. എല്ലാരും പറയുന്നത് നിങ്ങൾ ആ സീക്വൻസ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ടല്ലോ. ആക്ച്വലി ബിഹൈൻഡ് സ്റ്റോറി ഞങ്ങൾക്ക് അറിയുള്ളൂ, സാറിനെ അറിയുള്ളൂ. ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ അതൊക്കെ സാറിന് വേണ്ട രീതിയിൽ കൃത്യ മെഷറിൽ ഞങ്ങളെ എങ്ങനെ ചെയ്യിപ്പിക്കണം സാർ എപ്പോഴും പറയാറുണ്ട്. അതെ, അത് ഞങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. ആക്ടേഴ്സ് എന്ന് പറഞ്ഞ ടൂൾസ് ആണ്, എപ്പോഴും അടുത്തടുത്ത് പറയാറുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ കുറെ തരം ടൂൾസ് ആണ്. ഞങ്ങള് മാത്രമല്ല, പടത്തിന്റെ DOP ആയാലും പുതിയ എല്ലാം മ്യൂസിക് ഡയറക്ടർ എല്ലാവരും എന്താ പറയുക വേണ്ട ഔട്ട് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാകുമ്പോൾ കൃത്യമായിട്ട് എല്ലാവരും ഈ കൂട്ടത്തിൽ ഏറ്റവും ടേക്ക് പോയതാ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മള് ഇതിനു മുമ്പുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോഴാണ് ഒറ്റ ടേക്കില് ചെയ്തോ എന്നുള്ള ഒരു കൗതുകം. ഇപ്പൊ കൂടെ അഭിനയിക്കുന്ന നീ എത്രാമത്തെ ടേക്കിൽ ഓക്കെ ആക്കിയെന്നിരിക്കും. സീരിയലൊക്കെ ആണെങ്കിൽ പൊതുവെ എപ്പോഴും ചോദിക്കും. പക്ഷെ അതിലല്ല കാര്യം. ഇപ്പൊ 10 അല്ല 50 അല്ല എത്ര ടേക്ക് പോയാലും അതിൽ ഏതിലാണ് നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയി ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഞാൻ ഈ സെറ്റിലാണ് കണ്ടത്. ഞങ്ങള് മുംബൈയിൽ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ആയാലും കുറെ പോർഷൻ വരുമ്പോൾ ചേട്ടൻ ചോദിക്കും നീ എത്രാമത്തെ ടേക്കിൽ ഓക്കെ ആക്കി. ഇതിന് അങ്ങനെ എന്താ എന്റെ ധാരണ എന്താ അറിയോ, ഇതിലേക്ക് വരുമ്പോ നമ്മുടെ സീരിയൽ ഞാൻ സീരിയൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഡ്യൂസർക്ക് വൈകുന്നേരം ഇത്ര സമയത്തിനുള്ളിൽ എപ്പിസോഡ് ഒറ്റ ടേക്ക് തീർക്കുന്ന ആൾക്കാരാണ് കൈയടിക്കുന്നത്. ഇവിടെ ഒരു ടേക്കിൽ എങ്ങനെയും തീർക്കാന്ന് കഴിയുമ്പോ അപ്പൊ എന്റെ മനസ്സിൽ ഫസ്റ്റ് ടേക്ക് തീർക്കുന്ന ആളാണ് നല്ലൊരു അഭിനേതാവ്. അത് മാറി ഇപ്പൊ നല്ല ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത് പറഞ്ഞത് എനിക്ക് അഭിമാനം. ഞാൻ ബെസ്റ്റ് ഔട്ട്പുട്ടാണ് കൊടുത്തത് എനിക്ക് പറയാൻ പറ്റും. പടം കാണുന്ന ആൾക്ക് ഇയാള് 50ാമത്തെ അല്ലെങ്കിൽ 50ാമത്തെ ടേക്കിലാണോ ഫസ്റ്റ് ടേക്കിലാണോ ഏറ്റവും ബെസ്റ്റ് ഔട്ട് കൊടുക്കുന്നത്. പിന്നെ വേറെ സംഭവമുണ്ട്, നമ്മുടെ ഈ പടം ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ വെള്ളാരം കൊണ്ട് പാട്ടില് നമ്മുടെ കാട്ടിൽ കൂടെ നമ്മുടെ നിഖിലേട്ടന്റെ ഒരു ഷോട്ട് അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് ആർക്കും പലതും മനസ്സിലായിട്ടില്ല. നമ്മൾക്ക് പോലും മനസ്സിലായില്ല. പക്ഷെ ഔട്ട്പുട്ട് വന്നപ്പോ നമുക്ക് തന്നെ ഡൗട്ട് തോന്നും, സാർ ഇതെങ്ങനെയാണ് സംഭവിച്ചത്. നമ്മള് അവിടെ ഒന്നും കാണുന്നില്ല, നമ്മുടെ മുന്നിൽ ഒന്നുമില്ല. പക്ഷെ ഔട്ട്പുട്ട് വന്നപ്പോൾ എന്തൊക്കെയോ വന്നു, നമ്മൾ കാണാതെ പലതും ഔട്ട്പുട്ടിൽ വന്നു. അങ്ങനെ കുറെ പുതിയ എക്സ്പീരിയൻസ് പല കട്ട്സ് എടുക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ആക്ട് ചെയ്യുമ്പോൾ എന്താണ് എടുക്കണത് നമുക്ക് വലിയ ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ഇതിൽ നിഖിലേട്ടനായാലും ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ അവിടെ ഞങ്ങൾക്കൊരു കാര്യം നിഖിലേട്ടൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാറുണ്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അപ്പൊ അത് നമുക്കൊരു ഭയങ്കര നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾക്കപ്പോൾ വളരെ നേരത്തെ മറിയാം ആദ്യം പറഞ്ഞത് ഞങ്ങളുടെ എല്ലാവരുടെയും മൈൻഡ് ഞങ്ങളുടെ മാത്രമല്ല ഞങ്ങളെപ്പോലെ തന്നെ കുറെ അടിപൊളി ടാലൻസ് വേറെ ഉണ്ട് ഈ സിനിമയിൽ. അത് സിനിമ ഉണ്ടാ മനസ്സിലാവും. കുറെ പേരുണ്ട്, കുറെ ക്യാരക്ടേഴ്സ് നേരത്തെ പറഞ്ഞില്ലേ വലിയൊരു ഒത്തിരി ക്യാരക്ടേഴ്സിന്റെ ഇമ്പോർട്ടൻസ് അതായത് പ്ലേസ്മെന്റ് കൊടുത്തിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും. എല്ലാവർക്കും അത്രയും നല്ല മെമ്മറീസ് ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ വീട്ടിലെ ഷൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പറയാൻ ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ട്. അതിന് സാറിനോട് എപ്പോഴും താങ്ക് യു.
തനിക്കൊരു കഥാപാത്രം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് കഥാപാത്രം ചെയ്യണമെന്ന് ഇപ്പം നമ്മൾ ചുമ്മാ റീൽസ് ചെയ്യുമ്പോഴായാലും ശരി, ഒരു സിനിമ കാണുമ്പോൾ ശരി, നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. തനിക്ക് ഇങ്ങനത്തെ കഥാപാത്രം ചെയ്യാനാണ് ഇഷ്ടം? എല്ലാ കഥാപാത്രങ്ങൾക്കും റിസർച്ച് വേണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കുറച്ച് കൂടുതൽ പഠിപ്പിച്ചു. സാർ ആ ക്യാമ്പിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എല്ലാ ക്യാരക്ടറിനും ബഹുജനം പല വിധം എന്നല്ല നമ്മൾ പറയാം. ഓരോരുത്തർക്കും ഓരോരോ ട്രേറ്റ് ഉണ്ടാവും, ചില മൂമെന്റ്സ് ഉണ്ടാവും, ചില പ്രത്യേക മാനേഴ്സ് ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ പഠിക്കണം, അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യണം, ഡയറക്ടറായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉള്ളത് അറിയണം. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഏത് ക്യാരക്ടർ കിട്ടിയാലും അതിന് ആ ക്യാരക്ടറിന് കംപ്ലീറ്റ് ജസ്റ്റിസ് കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പം കറക്റ്റ്ലി ഉള്ളത്. പലതരം ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് എനിക്കും ആസ് എൻ ആക്ടർ ഉണ്ട്. പക്ഷെ ബേസിക്കലി എനിക്ക് തോന്നുന്നു ഒരു അത്ലറ്റിക് മോഡിലുള്ള ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം. ഞാൻ ഒരുപാട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പല രീതിയിലും വർക്ക് ചെയ്യേണ്ട ഒരു ക്യാരക്ടറായിരിക്കും. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. അതും നടക്കട്ടെ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയും. ഈ സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടി എത്രത്തോളം ഒബ്സർവ് ചെയ്യാൻ പഠിക്കുകയും പറ്റും? ഇപ്പോൾ ആ ക്യാമ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ടുവേർഡ്സ് ദി എൻഡ്, ക്യാമ്പിൻ്റെ ഒരു എൻഡ് ആയപ്പോഴാണ് സാർ ഓരോരുത്തരുടെയും ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പഠിച്ചത് ഇവിടെ, ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ സെയിൻറ്റ് തോമസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ 3 ക്യാരക്ടറുള്ള കുട്ടിയുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ എൻ്റെ ഒപ്പം പഠിച്ച കുറച്ച് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെവിടെയോ എനിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അവരുടെ ചില സംസാര രീതി, ചില ഇന്നസെൻസിൻ്റെ ഒപ്പം തന്നെ പറയാനുള്ള ആ ഒരു ബോൾഡ്നെസ്, ചിലവർക്ക് അത് ഉണ്ടാവില്ല. പക്ഷെ ചില കുട്ടികൾ ഇന്നസെൻസിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ബോൾഡും ആയിരിക്കും, ഒരു മിക്സ്ഡ് ക്യാരക്ടർ. അപ്പം അങ്ങനെ ഒത്തിരി പേര് എൻ്റെ ഒപ്പം പഠിച്ചവരൊക്കെ അറിഞ്ഞു പറയാതെയോ തലയിൽ കിടക്കുന്നുണ്ട്. സാർ പറഞ്ഞപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് അതൊക്കെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകരെ നമുക്ക് കണ്ടിട്ട് പറയാനുള്ളത്. ഫെബ്രുവരി 2 കാത്തിരിക്കാം അല്ലേ? അപ്പം നിങ്ങളുടെ എല്ലാം കഷ്ടപ്പാടുകളാണ്. അപ്പൊ കഷ്ടപ്പാടല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട ചെയ്യുമ്പോൾ കഷ്ടപ്പാട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെട്ട ചെയ്യുന്ന ഒരു ജോലി, ഇപ്പൊ എന്തായാലും ശരി, അഭിനയമായാലും ശരി, ഇത് കൽപ്പനയായാലും ശരി, ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിൽ തരുന്നൊരു ജോബാണ്. അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനം ഫെബ്രുവരി 2 പ്രഷറിലേക്ക് എത്തുകയാണ്. പ്രഷറോട് നമ്മൾ പറയാറുണ്ട്. പ്രഷറോട് നമ്മൾ ഈ കഷ്ടപ്പെട്ടതിന് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഈ സിനിമ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടാൽ മാത്രമേ നമുക്ക് എന്താ പറയുക, ഇതിന് അടുത്തൊരു ജന്മം. ഞങ്ങളെല്ലാവരും ഇപ്പോൾ സാർ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. സാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളെല്ലാവരും മാക്സിമം വർക്ക് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രേക്ഷകരത് ഏറ്റെടുത്താൽ മാത്രമേ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി മലയാളി പ്രേക്ഷകർ എന്നും നല്ല സിനിമകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. സാറ് ഞങ്ങളെല്ലാവരെയും മാക്സിമം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ബാക്കി ഇനി പ്രേക്ഷകർ ഞങ്ങളെ ഏറ്റെടുക്കും. അല്ല ചേട്ടാ, റിക്വസ്റ്റാണ്, ഏറ്റെടുക്കണം ഞങ്ങളെ. കാരണം നിങ്ങളാണ് അത് വിലയിരുത്തേണ്ടത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ സിനിമ കാണാൻ ഒത്തിരി പുതിയ ആൾക്കാർക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കൊടുത്ത് ചെയ്തൊരു സിനിമയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഹാർട്ട് ആൻഡ് സോൾ ഇട്ടിട്ടുണ്ട് ഈ സിനിമയിൽ. അത് എനിക്ക് ഗ്യാരണ്ടി തരാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ഗ്യാരണ്ടി തരാറുണ്ട്. കണ്ടിരിക്കണം, കണ്ടിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയണം. ഇദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ടോ പറയണം. തീർച്ചയായും ഞങ്ങൾ എല്ലാവരും ഫെബ്രുവരി 2 തിയേറ്ററിൽ നിങ്ങളുടെ സിനിമ കാണാനുണ്ടാവും. ഞങ്ങളും ഉണ്ടാവും. നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. അപ്പം തീർച്ചയായും നിങ്ങൾ അതുപോലെ റിസൾട്ട് ഉണ്ടാകും. നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ. ഇത്ര സമയം ഞങ്ങൾക്ക് തന്നെ. താങ്ക് യു.